ഇന്ന് കർത്താവ് ഒരുപാട് വേദനിക്കുന്നുണ്ട് സഹോദരങ്ങളെ. കർത്താവ് ഒരുപാട് ഇന്ന് സങ്കടപ്പെടുന്നുണ്ട്. കർത്താവ് ആരെ നോക്കിയ സങ്കടപ്പെടുന്നത്? IS-കാരെ കുറിച്ചാണോ? ബൊക്കോ ഹറോമിനെ കുറിച്ചാണോ? RSSനെ നോക്കിയിട്ടാണോ? ഫുലാനികളെ നോക്കിയിട്ടാണോ? മത തീവ്രവാദ ശക്തികളെ, നിരീശ്വര ശക്തികളെ നോക്കിയിട്ടാണ് കർത്താവ് ഇന്ന് കരയുന്നത്. കർത്താവിന് വേദനയുണ്ട്. പക്ഷേ ഇന്ന് കർത്താവ് ഏറ്റവും അധികം വേദനിക്കുന്നത് തന്റെ ജനത്തെ നോക്കിക്കൊണ്ട, തന്റെ കുടുംബങ്ങളെ നോക്കി, തന്റെ സമൂഹങ്ങളെ നോക്കി, താൻ വിളിച്ചവരെ നോക്കി, തന്റെ യുവജനങ്ങളെ നോക്കി ഇന്ന് ഒരുപാട് കർത്താവ് വേദനിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 37-ാമത്തെ തിരുവചനം, മത്തായി 26:37 പെട്ടെന്ന് നമുക്ക് വായിക്കാൻ എന്താ വചനം പറയുന്നത്? അവൻ പത്രോസിനെയും സെബെദിയുടെ ഇരുപുത്രന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. ആര്? കർത്താവായ യേശു, സാക്ഷാൽ ദൈവപുത്രനായ ഈശോ. അവൻ ദുഃഖിക്കാൻ തുടങ്ങി. അവൻ ദുഃഖിക്കാനും കരയാനും അസ്വസ്ഥനാകാനും തുടങ്ങി. ഇന്ന് കർത്താവ് നമ്മെ നോക്കിക്കൊണ്ട് പറയാം, മക്കളെ നിങ്ങൾ അനുതപിക്കുക. നിങ്ങൾ അനുസരണക്കേടുകളെ ഓർത്ത്, അവിശ്വസ്തതകളെ ഓർത്ത്, നമുക്ക് വന്നുപോയ ആത്മീയ അപക്ഷയങ്ങളെ ഓർത്ത്, പലപ്പോഴും കർത്താവിനെയും കർത്താവിന്റെ വചനത്തെയും നമ്മൾ അറിഞ്ഞറിയാതെയൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞു, നിരാകരിച്ചു, നമ്മൾ ഡിസൊബീഡിയന്റ് ആയി. കർത്താവ് പറയും, നിങ്ങൾ അനുതപിക്കുക. റിപ്പന്റ്, നിങ്ങൾ അനുതപിക്കുക.